സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാചക വീഡിയോകൾ കണ്ടിരിക്കുന്നവർ ഇന്നൊരു സ്പെഷ്യൽ പാചക വീഡിയോ കണ്ടു. ഒരു കള്ളന്റെ പാചകം. ഹോട്ടലിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ മടങ്ങുന്നതിന് മുമ്പ് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് ഈ കള്ളൻ. ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്ത് പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പക്ഷേ കള്ളൻ CCTV കണ്ടു. പിന്നെ സമയം പഴക്കിയില്ല, തടി രക്ഷിക്കാൻ ഒറ്റ ഓട്ടമായിരുന്നു. ഗൂഗിൾ VS ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിൾ, നമ്മളിപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ ഒരു പരമ്പര ചെയ്തിരുന്നു ഓരോ കള്ളന്മാരുടെയും വ്യത്യസ്തമായ മോഷണ രീതികളെ കുറിച്ചിട്ട്. അതിലിങ്ങനെ പറഞ്ഞിരുന്നു, പല കള്ളന്മാരും ആളില്ലാത്ത വീട്ടിൽ കയറി അവിടെ കുറച്ച് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെ മോഷ്ടിച്ച് പോകുന്നവരുണ്ട്. ചിലർ ആളുള്ളിടത്ത് കയറി മോഷ്ടിക്കുന്നതാണ് ചിലരുടെ ഒരു വിനോദം എന്നൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള കള്ളന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതെന്തായാലും കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. ചിലപ്പോൾ മോഷ്ടിക്കുന്നവരുടെ അല്ലെങ്കിൽ വിശന്ന് പോയി കാണും. അപ്പോൾ എന്തായാലും ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണമൊക്കെ ഈ കള്ളനായി വേണ്ടി നടക്കുന്നത്? പലതരത്തിലുള്ള കള്ളന്മാരെ കേരളം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഫുഡി ആയിട്ടുള്ള ഒരു കള്ളനെ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക. ഹോട്ടലിൽ മോഷ്ടിക്കാൻ കയറി പണം എടുത്തു, അതുവരെ സാധാരണ കള്ളന്മാർ ചെയ്യുന്ന തന്നെ ചെയ്യുള്ളൂ. അപ്പോഴേക്കും വിശന്നു, ഭയങ്കര വിശപ്പ് വന്നപ്പോൾ പിന്നെ കള്ളനാണെങ്കിലും ഇപ്പം എന്താ ചെയ്യുക, അതൊരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത് മതിയായില്ല, കാരണം ഓംലെറ്റ് ചെറുതല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അത് ചൂടാക്കിയപ്പോഴാണ് ആൾക്ക് കാര്യം കൈവിട്ട് പോയത് മനസ്സിലായത്. കാരണം CCTVയിൽ തൻ്റെ ദൃശ്യങ്ങളൊക്കെ പതിയുന്നുണ്ട്. ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഏതായാലും പതിയുന്നുണ്ട്. ഏതായാലും അത് കണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല, ആ ദൃശ്യങ്ങൾ കൃത്യമായി പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏതായാലും അധികം വൈകാതെ പോലീസ് അയാളുടെ പിന്നാലെയുണ്ട്, മുഖം കൃത്യമായിട്ട് ആ CCTVയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും നമുക്ക് ഇത് കാര്യം പണം പോയത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. 24,000 രൂപ മോഷ്ടിച്ചു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കൗതുകം എന്ന് പറയുന്നത് കള്ളൻ ഇതിൻ്റെ മോഷണത്തിനിടയിൽ ഈ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വേറെ എവിടെ ഇങ്ങനെ കേട്ടുകേൾവിയില്ലാത്തൊരു തരം മോഷണമാണ്. പോലീസുകാർ ഇത് കണ്ട് ഈ CCTV കണ്ട് അന്വേഷണത്തിന് പോയവർക്ക് വരെ അവർക്ക് വരെ ചിരി വന്നു എന്നാണ് പറയുന്നത്. കാരണം പല രീതിയിലുള്ള കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആ രീതിയിൽ മോഷണം നടത്തുന്ന ഒരു കള്ളൻ എന്തായാലും ആദ്യമായിട്ടാണ്.